ഹലോ മച്ചന്മാരെ, നമസ്കാരം. എൻ്റെ പേര് ദേവ്. അപ്പോൾ ഞാൻ എങ്ങനെ എളുപ്പത്തിൽ യൂട്യൂബിൽ നിന്ന് വരുമാനം നേടാം എന്നുള്ളൊരു ചെറിയ ഐഡിയാസ് പറഞ്ഞുതരാം. നിങ്ങൾ ഈ ഐഡിയാസൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് വരുമാനം വരും. പക്ഷേ എനിക്ക് വരുമാനം വന്ന് തുടങ്ങിയില്ല. കാരണം ഞാൻ പഠിച്ച കാര്യം എന്ന് വെച്ചാൽ കുറേ അപകടത്തിൽ കൂടെ കടന്നാണ് എൻ്റെ യൂട്യൂബ് ചാനൽ പോയത്. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്, ഇങ്ങനെയല്ല വരുമാനം നേടേണ്ടത്. പിന്നെ എനിക്കാണ് അങ്ങനെ നമ്മൾ ഈ ഓരോ തോൽവിയിൽ നിന്നല്ലേ വിജയത്തിൻ്റെ പാത പഠിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഞാനും തോറ്റാണ് എൻ്റെ വിജയത്തിൻ്റെ പാത പഠിച്ച് തുടങ്ങിയത്. അപ്പം എൻ്റെ ചാനൽ ഇപ്പം അത്യാവശ്യം കയറുന്നുണ്ട്. അപ്പം ഞാൻ ആ ട്രാക്ക് മനസ്സിലാക്കിയതോടെ എനിക്ക് കാര്യം പിടികിട്ടി, ഇങ്ങനെ പോയാലേ നമുക്ക് വരുമാനം കിട്ടൂ എന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ മനസ്സിലാക്കി, എനിക്ക് ഗുണം ചെയ്ത കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകും. നമ്മൾ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ കുറേ വരുമാനം നേടേണ്ട കുറേ സെറ്റിങ്സ് അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെ ചാനൽ വരുമാനം വരും. ഇങ്ങനെ സെറ്റിങ്സ് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെ ചാനൽ വരുമാനം വരും. ഈ സംഭവങ്ങളൊക്കെ കുറേ എണ്ണത്തിൻ്റെ ഉടായ്പ വീഡിയോസ് കണ്ട് ഞാൻ അതുപോലെയൊക്കെ ചെയ്ത് ഒരു ഗുണമില്ല. ഒരു ഉദാഹരണത്തിന് എൻ്റെ ചാനൽ 2 തവണ മോണിറ്റൈസിങ് കട്ടായ സമയത്ത് നമുക്ക് അവർക്കൊരു വീഡിയോ ചെയ്ത് കൊടുക്കണം, എന്തുകൊണ്ട് നമ്മളെ ചാനൽ കട്ടായി. അപ്പം എനിക്കതറിയത്തില്ല, എങ്ങനെയാണ് ആ വീഡിയോ ചെയ്യേണ്ട കാര്യം എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് മറ്റുള്ളവർ പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞ്, ഇതുപോലെ നിങ്ങൾ നമ്മൾ സബ്മിറ്റ് ചെയ്ത് നമ്മളെ വീഡിയോ നമുക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് അവർ പറഞ്ഞ് അതേപോലെ ഫോളോ ചെയ്ത് നിങ്ങൾ വീഡിയോ അയച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളെ കട്ടായ മോണിറ്റൈസിങ് തിരിച്ച് കിട്ടുമെന്നൊക്കെ എൻ്റെ അടുത്ത് അവർ ആ ചാനലിൽ കൂടെ പറയുന്നത് കേട്ട് ഞാൻ അതുപോലെ അവർ പറഞ്ഞ എൻ്റെ അതേ സ്റ്റൈലിൽ എൻ്റെ ചാനലിൽ പറ്റിയ മിസ്റ്റേക്കുകൾ മാറ്റി അതുപോലെ ഞാൻ വീഡിയോ സബ്മിറ്റ് ചെയ്ത് എൻ്റെ ചാനൽ കട്ട് ചെയ്ത് കളഞ്ഞു മോണിറ്റൈസേഷൻ. കാരണം ഇവന്മാർ വല്ലതും പറയണം കേട്ടോണ്ട് നമ്മളങ്ങനെ തലവത്തന ചെയ്യാൻ നിൽക്കല്ലേ, മനസ്സിലായില്ലേ? ഞാൻ ഇവർ പറയുന്ന മറ്റുള്ളവർ പറയുന്ന വീഡിയോ നിങ്ങളെപ്പോലെ തന്നെയാണ്, എനിക്കും അതേ അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ അവർ പറയുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത് എൻ്റെ ചാനൽ കട്ടായി, മോണിറ്റൈസിങ് കട്ടായി. 2, നമുക്ക് എന്തുകൊണ്ട് മോണിറ്റൈസിങ് കട്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നിങ്ങളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരുടെ ചാനലൊരു വീഡിയോ അവരെ ചാനലിലെ വീഡിയോ അതേപോലെ എടുത്ത് നമ്മളെ ചാനലെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റീച്ച് കയറും, സബ്സ്ക്രൈബ് കൂടും, വ്യൂസ് കയറും. പക്ഷേ മോണിറ്റൈസിങ് സമയത്ത് കട്ടാവും. കാരണം മോണിറ്റൈസിങ് സമയത്ത് അവർ നമ്മളെ ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ നമ്മളെ ചാനലിൽ പുറത്തുള്ള ഒരുപാട് വീഡിയോസ് ഇറങ്ങും. വേറെ ആൾക്കാരിട്ട വീഡിയോ അതേപോലെ എടുത്ത് നമ്മളെ ചാനലെടുത്ത് നമ്മളുകൊണ്ടിടും. ഒരു എഡിറ്റിങ്ങോ ഒന്നും ചെയ്യാതെ അതിലുള്ള വീഡിയോ അതേപോലെ എടുത്തുകൊണ്ട് എനിക്ക് പറ്റിയ അബദ്ധങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത്. പിന്നെയാണ് ഞാൻ പഠിച്ചത് അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന്. അപ്പം അവർക്ക് അവരുടെ ചാനലുള്ള അതേ വീഡിയോ എടുത്ത് നമ്മളെ ചാനലിൽ കൊണ്ടിടും. അപ്പോൾ യൂട്യൂബ് നമ്മൾ നോക്കുമ്പോൾ ഇത് മറ്റൊരാളുടെ ചാനലുള്ള വീഡിയോ ആണ് നമ്മളെ ചാനലിൽ കിടക്കുന്നത്. അപ്പോൾ ഇത് നേരെ അവർക്ക് മെയിൽ പോകും, ഇതല്ല നിങ്ങളൊരു വീഡിയോ ഇന്ന ചാനലിൽ പോയിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കുമ്പോൾ അവർ പറയും, ശരിയാണല്ലോ, എൻ്റെ വീഡിയോ അവൻ എടുത്ത് ചാനലിലിട്ട് അവൻ നല്ല റീച്ച് കയറിക്കൊണ്ടിരിക്കണം, അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് കൊടുക്കും. കോപ്പിറൈറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അറിയില്ല, ജിമെയിൽ വന്ന് കിടക്കും കോപ്പിറൈറ്റ്, ഇത്ര ദിവസത്തിനകത്ത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നും പറഞ്ഞ്. ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ മോണിറ്റൈസിങ്ങിൻ്റെ വ്യൂസ് കുറയാണ്, മനസ്സിലായില്ല? അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പോവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവരെ ജിമെയിൽ നോക്കുമ്പോൾ ശരിയാണ്, അപ്പോൾ ഇന്നൊരാൾ ഇതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്, അവരെ വീഡിയോ ആണെന്നും പറഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് മെയിൽ വരും. അപ്പോൾ ശരിയായിരിക്കാം, ഇത് ഇല്ല നമ്മളെ ഒറിജിനൽ വീഡിയോ ആണ്, നമുക്ക് അങ്ങോട്ട് ഇത് ചെയ്യാം, ക്ലൈം ചെയ്യാം. പക്ഷേ ഇത് നോക്കുമ്പോൾ ശരിയാണ്, ഇത് മറ്റൊരാളുടെ വീഡിയോ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡിലീറ്റ് ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞ് നമ്മളപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കോപ്പിറൈറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ചാനൽ നോക്കുമ്പോൾ നമ്മളെ മോണിറ്റൈസിങ്, അതായത് നമ്മളെ ചാനൽ വരുമാനം നേടേണ്ട ഗുണമില്ല എന്നും പറഞ്ഞ് അവർ നമ്മളെ ചാനലെ കട്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് റിക്വസ്റ്റ് വീഡിയോ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ സിമ്പിളാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ വീഡിയോ നോക്കല്, നിങ്ങളെടുത്തിട്ട് പറയുക, ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. ഞാൻ എനിക്ക് ഇംഗ്ലീഷൊന്നും വലിയ പിടുത്തമില്ലാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ പോളിസി ഒന്ന് വായിച്ചിട്ട് മനസ്സിലായില്ല. എൻ്റെ സൈഡ് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്, ഇതേപോലെ ഇന്ന ഒരാളുടെ വീഡിയോ തന്നെയാണ് ഞാനിങ്ങനെ ചെയ്തത്, അപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു, ഇപ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണോ അത് സത്യസന്ധമായിട്ട് അവരുടെ അടുത്ത് തുറന്ന് പറഞ്ഞു വേണം വീഡിയോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അവർ നോക്കുമ്പോൾ ശരിയാണ്, ഈ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ്, ഇവരുടെ ചാനലിൽ ഇവന് അബദ്ധം പറ്റിയതാണ്, നമുക്ക് ഒരു തവണ ക്ഷമിക്കാം എന്ന് പറഞ്ഞ് യൂട്യൂബ് നമ്മളെ ചാനൽ വീണ്ടും മോണിറ്റൈസിങ് ആക്റ്റീവ് ആക്കി തരും. അങ്ങനെ എനിക്ക് ആക്റ്റീവാക്കി തന്നു. ഞാൻ ആദ്യം 2 തവണ ചെയ്തത് ഇതേപോലെയാണ്. മറ്റുള്ളവർ പറയണ അതേപോലെ ഞാനും ചെയ്ത് എൻ്റെ ചാനൽ കട്ടായി. പിന്നെ ഞാൻ എൻ്റെ സത്യസന്ധമായി എനിക്ക് പറ്റിയ കറക്റ്റ് മിസ്റ്റേക്ക് ഞാൻ യൂട്യൂബ് ചാനലെടുത്ത് പറഞ്ഞ സമയത്ത് അവർ നോക്കിയപ്പോൾ ശരി തന്നെ, ഞാൻ കറക്റ്റ് കാര്യമാണ്, ശരിയാണ് പറയുക, തെറ്റ് പറയാനേ ഒരു കള്ളത്തരം പറയാൻ പാടില്ല. ക്ലിയർ ആണെങ്കിൽ നമ്മളെ മോണിറ്റൈസിങ് ആക്റ്റീവ് ആക്കി തരും. ഓക്കെ, ഇനി ഞാൻ വീഡിയോ ഇടേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വീഡിയോ ഇടുന്ന സമയത്ത് മറ്റൊരാളുടെ വീഡിയോ ഒരിക്കലും വേറൊരാളുടെ വീഡിയോ അടിച്ചു മാറ്റി അതേപോലെ ഇടല്, മനസ്സിലായോ? അതുപോലെ ഇടല്ല. നിങ്ങൾ ആ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഈ വീഡിയോയിൽ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഇതെനിക്ക് തുറന്ന് പറയണം എന്ന് നിങ്ങൾക്ക്, അതാണ് റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്ന സംഭവം. റിയാക്ഷൻ നമ്മളിങ്ങനെ അങ്ങനെ ആക്കണം, അതല്ല. നമ്മൾ ഒരാളുടെ വീഡിയോ എടുത്തിട്ട് നമ്മളതിൻ്റെ വീഡിയോ മുകളിൽ കൊടുത്തിട്ട് നമ്മൾ താഴെ ആ വീഡിയോ കണ്ടിട്ട് താഴെ നമ്മളെ കമൻട്രി എന്താണോ അത് ഉറപ്പായിട്ടും പറഞ്ഞിരിക്കണം. അങ്ങനെ പറഞ്ഞ് നിങ്ങളെ ചാനൽ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അത് മോണിറ്റൈസ്
ഗുണമുള്ള വീഡിയോ ആയിരിക്കും. ഉപ്പ വാരിയിടല്ല, ആൾക്കാർ കണ്ടിട്ട് ആൾക്കാർ കാണണം, മനസ്സിലായില്ലേ? ആൾക്കാർക്ക് കണ്ട് ഇത് ശരിയാണല്ലോ, അയാൾ പറഞ്ഞത് ശരിയാണല്ലോ എന്നൊക്കെ അവർക്ക് തോന്നണം. അങ്ങനത്തെ വീഡിയോ ആണ് ഇടുക, അല്ല ചുമ്മാ വാരി വലിച്ച് വീഡിയോ ഇടല്ലേ. ഒരു ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ആദ്യം വീഡിയോ ഇടുന്നത് നിങ്ങൾ ഫുഡിൻ്റെ വീഡിയോ ആണെങ്കിൽ ഫുഡ്, മനസ്സിലായില്ലേ? നിങ്ങൾ നല്ലൊരു പാചകക്കാരനാണെങ്കിൽ നിങ്ങൾ ഫുഡിൻ്റെ വീഡിയോ ഇടണമെങ്കിൽ നിങ്ങൾ ഒരു ഫുഡിൻ്റെ ഒരു ഷോർട്സ് ആദ്യം ഇടണം. അത് കഴിഞ്ഞിട്ട് മാക്സിമം ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ രാവിലെ വാരി വലിച്ചൊന്ന് വീഡിയോ ഇടല്ലേ. ഞാൻ എൻ്റെ ചാനൽ ചുമ്മാ വീഡിയോ ഒക്കെ വാരി വലിച്ചിടുന്നുണ്ട്, എനിക്ക് കയറും, അങ്ങനെയൊക്കെ ഇടും. പക്ഷേ നമുക്ക് വിഷയമില്ല, മനസ്സിലായി? ഏറ്റവും കൂടുതൽ റീച്ച് ആവണത് വൈകിട്ടാണ് വീഡിയോ റീച്ച് ആവുന്നത്. നിങ്ങൾ രാവിലെ ഇട്ടാൽ ആ വീഡിയോ റീച്ച് ആവണത് വൈകിട്ടാണ്. അല്ലെങ്കിൽ ഒരു 2 മണിക്ക് ഇട്ടാൽ ആ വീഡിയോ ആദ്യം ഒരു 1K കയറിയാലും വൈകിട്ട് പിന്നെ ആ വീഡിയോ അടിച്ച് കയറും, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഏറ്റവും നല്ലത് വൈകിട്ട് ഇടാനാണ് നല്ലത്. ഞാൻ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് വൈകിട്ട് രാത്രിയിലേക്കാണ് റീച്ച് ആവേണ്ടത്. രാവിലെ ഇടാൻ സമയമില്ലാത്തൊരു വൈകിട്ട് വീഡിയോ ഇട്ടാലും മതി, മനസ്സിലായി? ചിലർ ജോലിക്ക് പോകണ തിരക്കിനിടയിൽ കൂടെ ഒക്കെ വീഡിയോ ഒക്കെ വാരി വലിച്ചിടും. അങ്ങനെ ഇടേണ്ട കാര്യമില്ല. ഞാൻ പിന്നെ ജോലിക്ക് വീട്ടിലിരിക്കണോണ്ട്, ഞാൻ പെയിൻറ്റ് പണിക്ക് പോകുന്ന വ്യക്തിയാണ്, കൂലിപ്പണിക്ക് പോകുന്ന വ്യക്തിയാണ്. എന്നാൽ ഞാൻ രാവിലെയൊക്കെ വീഡിയോ ഇടും. പക്ഷേ എനിക്ക് ആ വീഡിയോ കാരണം വൈകിട്ടാണ്. പക്ഷേ നിങ്ങൾ വൈകിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കയറും. പിന്നെ ഷോർട്സ് അതുപോലെ തന്നെ, ഷോർട്സ് നിങ്ങൾ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ വൈകിട്ട് തന്നെ കയറും. അതുപോലെ തന്നെ വീഡിയോ നമ്മൾ ആദ്യം തുടക്കക്കാരായതുകൊണ്ട് നമ്മളെ വീഡിയോ പെട്ടെന്നൊന്നും കയറില്ല, മനസ്സിലായില്ല? നിങ്ങളൊരു ഫുഡിൻ്റെ വീഡിയോ ആണെങ്കിൽ ഷോർട്സും ഫുഡിൻ്റെ ഷോർട്സ് ആയിരിക്കണം, വീഡിയോയും ഫുഡിൻ്റെ വീഡിയോ ആയിരിക്കണം. വേറെ ട്രാക്ക് മാറ്റല്ലേ, മനസ്സിലായില്ലേ? ഫുഡ് എന്ന കാറ്റഗറിയിലുള്ളതാണെങ്കിൽ ഫുഡിൻ്റെ മാത്രം ഇട്ട് പോകും. നിങ്ങളൊരു പാചകക്കാരനാണെങ്കിൽ ഫുഡ് പാചകം ചെയ്യേണ്ട വീഡിയോ ആയിരിക്കണം. ഷോർട്സ് ആയാലും വീഡിയോയിൽ അതേ ഇടാവും, വേറെ ഒന്നും ഇട്ട് പോകല്. പിന്നെ ഇടയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു പോകും. അതെന്ന് വെച്ചാൽ അത് നിങ്ങൾ ഫുഡുമായിട്ട് കണക്റ്റ് ആകുന്ന രീതിയിലുള്ള വിശേഷങ്ങളാണ് പറഞ്ഞ് പോവാൻ, മനസ്സിലായില്ലേ? അല്ലാതെ നിങ്ങൾ ചുമ്മാ ഇന്ന് ഞാൻ ഒരു വീഡിയോ ഷോർട്സ്, അതായത് ഞാൻ ഇന്ന് ഇടുന്ന ഷോർട്സ് ഫുഡിൻ്റെ ആണെങ്കിൽ നാളെ നിങ്ങൾ എവിടെയെങ്കിലും ട്രാവലിംഗ് ചെയ്യുന്ന ഷോർട്സ് ഇടല്ലേ. അപ്പോൾ ട്രാക്ക് മാറും, യൂട്യൂബിൻ്റെ ട്രാക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ പാടാണ് വീണ്ടും തിരിച്ചു പിടിക്കാൻ വേണ്ടി. നിങ്ങൾ ഫുഡിൻ്റെതാണെങ്കിൽ ഫുഡിൻ്റെ ഷോർട്സും ഫുഡിൻ്റെ വീഡിയോയും വൈകിട്ടിട്ടാൽ അത്രയും നല്ലത് വീഡിയോ. അപ്പോൾ രാത്രി ആകുമ്പോൾ അത് കയറിക്കോളും. രാത്രി പിറ്റേ ദിവസം ഒറ്റയടിക്ക് കയറില്ല. നിങ്ങളൊരു 10 വീഡിയോ കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് 10 ദിവസം നിങ്ങളെ കൊണ്ട് പറ്റില്ലായിരിക്കും. എന്നാൽ ഒരു ദിവസം ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു 8 ദിവസം കഴിഞ്ഞ് വീണ്ടും ഒരു വീഡിയോ, ഫുഡിൻ്റെ വീഡിയോ വേണം മാത്രമേ. ഫുഡ് കാറ്റഗറിയിലുള്ളവരുള്ളതാണ് ഞാൻ ഈ പറയണത്. ഫുഡിൻ്റെ വീഡിയോ ഡെയിലി ഇടാൻ പറ്റി അത്രയും നല്ലത്. അത്രത്തോളം നമ്മളെ ചാനൽ റീച്ച് ആവും. നമ്മൾ റിസ്ക് എടുക്കുക, മനസ്സിലായില്ലേ? നമുക്ക് എളുപ്പത്തിൽ ആരും കൊണ്ടുവച്ചിട്ടില്ല. റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി വീഡിയോ ഇടാൻ പറ്റും. ഫുഡിൻ്റെ വീഡിയോ ആണ് ഞാൻ പറഞ്ഞത്. രാവിലെ ഷോർട്സ് ഇടുക, വൈകിട്ട് വീഡിയോ എടുക്കുക. ഏത് ഫുഡിൻ്റെ വീഡിയോ. അത് കഴിഞ്ഞ് നിങ്ങളൊരു ട്രാവലറാണെങ്കിൽ ട്രാവലറിൻ്റെ ഷോർട്സ്, അതായത് യാത്ര പോകുന്ന വിശേഷങ്ങൾ, രാവിലെ അതിൻ്റെ ഒരു ഷോർട്സ്, വൈകിട്ട് അതിൻ്റെ ഒരു വീഡിയോ, മനസ്സിലായി? ഇത് രണ്ടിനും കണ്ടിന്യൂസ് ഇട്ട് പോവുകയാണ് നിങ്ങളുടെ ചാനൽ റീച്ച് ആവും. ട്രാക്ക് മാറ്റല്ലേ. അതായത് നിങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ നാളെ നിങ്ങൾ ഇടുന്നത് ചിലപ്പോൾ അപ്പുറത്ത് പിള്ളേർ ഏതെങ്കിലും വഴക്കായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ആൾ വണ്ടി ഓടിക്കുന്ന വീഡിയോ ആയിരിക്കും. അങ്ങനെയൊന്നും ഇടല്ലേ. നമ്മളെ മുഖവും നമ്മളെ വോയിസും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിരിക്കും. വോയിസ് നല്ല അടിപൊളി വോയിസായിട്ട് പറയുക, പെർഫെക്റ്റ് ആയിട്ട്. പിന്നെ ക്യാമറ ആട്ടിയും വളച്ചും തിരിച്ചും ഓടിച്ചും ഇങ്ങനെ എടുത്ത ക്യാമറ കുറക്കാനിട്ട് ഇങ്ങനെ അങ്ങനെയൊന്നും എടുക്കല്ലേ. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കുക. നൂത്താണെങ്കിൽ മറ്റേ മനസ്സിലായി ഹൊറിസോണ്ടലും വെർട്ടിക്കലും മോഡലിലാക്കാം. അതേ ട്രാക്കിൽ തന്നെ എടുക്കുക. കുറച്ച് പെർഫെക്റ്റ് ക്യാമറ ക്വാളിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ സിനിമ പാട്ടൊക്കെ ചുമ്മാ ആവശ്യമില്ല പാട്ടൊന്നും വാരിയിടല്ല. അതൊക്കെ നമുക്ക് പിന്നീട് മോണിറ്റൈസിങ്ങിൽ ബാധിക്കും, മനസ്സിലായില്ലേ? പാട്ടിടാതെ തന്നെ ഷോർട്സ് ചെയ്യുക, വീഡിയോ ചെയ്യുക. മാക്സിമം ഒറിജിനൽ സൗണ്ട് എഫക്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. ചുമ്മാ കയറി എവിടെയെങ്കിലും കിടക്കുന്ന മ്യൂസിക്കും എവിടെയെങ്കിലും കിടക്കുന്ന പാട്ടൊന്ന് വാരി ഇട്ട് കളയില്ലേ. അതൊക്കെ നമ്മളെ ചാനലിനെ ഒരുപാട് ബാധിക്കും. നമ്മൾ സത്യസന്ധമായി നമ്മളെ ഒറിജിനൽ സാധനം ഏതിടുമോ അത് മാത്രമേ നമ്മളെ ചാനൽ ക്ലിക്ക് ആവത്തുള്ളൂ. വല്ല സിനിമ പാട്ട് മറ്റേതൊക്കെ കിട്ടണമെങ്കിൽ ചിലർക്ക് മോണിറ്റൈസ് കിട്ടുന്നുണ്ട്. അതനുസരിച്ച് അവർ പെർഫോം ചെയ്യുന്നുണ്ട്. നമ്മൾ പാട്ടിട്ടിട്ട് ബാക്കിൽ ഡാൻസ് കളിക്കില്ലേ, ബാക്ക്ഗ്രൗണ്ട് സിനിമ പാട്ടിട്ടിട്ട് ഫ്രണ്ട് ഡാൻസ് കളിക്കുന്ന നല്ല അടിപൊളി കൊറിയോഗ്രാഫി എന്ന ടീംസൊക്കെ ഉണ്ട്. അവർക്ക് ആ മോണിറ്റൈസിങ് ഓണാവും. കാരണം അവരെ ബ്രാൻഡ് എന്ന് വെച്ചാൽ അവരെ ബ്രാൻഡായിട്ടാണ് ഓരോ പ്രോഗ്രാം ചെയ്യുന്നത്. അതനുസരിച്ച് യൂട്യൂബ് എനിക്ക് വരുമാനം കൊടുക്കും, അവർക്കുള്ള മോണിറ്റൈസ് ആക്റ്റീവ് കൊടുക്കും. നമ്മളെപ്പോലെ തട്ടിക്കൂട്ടിയൊക്കെ വീഡിയോ ചെയ്ത് പാട്ടൊക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും റീച്ച് ആവത്തില്ല, മനസ്സിലായി? അതൊന്നും അവർ എടുക്കത്തില്ല. ക്വാളിറ്റി അത്രയ്ക്ക് പെർഫെക്റ്റ് ക്വാളിറ്റിയിൽ DSLR ക്യാമറയിലൊക്കെ ഇട്ടിട്ട് നമ്മളൊരു പാട്ടും അതിൻ്റെ ഡാൻസ് കൊറിയോഗ്രാഫിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സാധനം റീച്ച് ആവും. നമ്മൾ മോണിറ്റൈസിങ് ആക്റ്റീവ് ആക്കി തരും. അല്ല നമ്മൾ തട്ടിക്കൂട്ടി എന്തെങ്കിലും 2 തുള്ളുന്നതും അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചാനൽ എടുക്കില്ല. അതൊന്നും മനസ്സിലായില്ലേ? അത് ചാനൽ യൂട്യൂബിന് തന്നെ മനസ്സിലാവും ഇത് നമുക്ക് ക്വാളിറ്റി ഇല്ലാത്ത നമ്മളെ യൂട്യൂബിന് ക്വാളിറ്റി ഇല്ലാത്ത ഒരു കണ്ടൻറ്റാണ്, ഇത് നമുക്ക് മോണിറ്റൈസിങ് കൊടുക്കാൻ പറ്റില്ല എന്ന് യൂട്യൂബ് തന്നെ പറയും. അതുകൊണ്ട് അങ്ങനത്തെ നിങ്ങൾ ചെയ്യാൻ നിൽക്കല്ലേ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും വർക്ക്ഷോപ്പിൻ്റെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ വർക്ക്ഷോപ്പിൻ്റെ മാത്രം എടുക്കുക. വണ്ടി റിപ്പയർ ചെയ്യുന്നതും ട്രാക്ക് ഒരിക്കലും മാറ്റില്ല, മനസ്സിലായില്ലേ? ഈ ട്രാക്ക് ഞാൻ പറയുന്ന ഓരോ ട്രാക്കിൽ തന്നെ പോവുക. ട്രാക്ക് മാറ്റല്ലേ, ഒരിക്കലും ട്രാക്ക് മാറ്റില്ല. നിങ്ങൾ ട്രാക്ക് മാറ്റി കഴിഞ്ഞാൽ ചാനൽ കയ്യിൽ നിന്ന് പോയെന്നാണ് അർത്ഥം. പിന്നെ മോണിറ്റൈസിങ് കിട്ടാൻ പാടാണ്. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും. അവർ ട്രാക്ക് മാറ്റില്ല, ഒരേ ട്രാക്കിൽ തന്നെ പോകും, മനസ്സിലായില്ലേ?
അവർ ട്രാക്ക് മാറ്റാതെ അവരുടേതായ കണ്ടൻറ്റ് ഏതാണ് ആ കണ്ടൻറ്റ് വെച്ചാണ് അവർ ചെയ്തു പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ആദ്യമേ ചടപട വ്യൂസ് കയറില്ല, മനസ്സിലായില്ലേ? ആദ്യം നിങ്ങളൊരു വീഡിയോ ഇടണമെങ്കിൽ നിങ്ങൾക്ക് 5 വ്യൂസോ 4 വ്യൂസോ 1 വ്യൂസ് 10 വ്യൂസ് 15 വ്യൂസ് ഇങ്ങനെയൊക്കെ കയറും. 1 2 3 4 5 6 7 8 9 10 വീഡിയോ ഇട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കയറില്ല. 5 വ്യൂസ് ആയിരിക്കും. 10 വീഡിയോ ഇട്ടാൽ പോലും റിസ്ക് എടുത്ത് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും, മനസ്സിലായി? നിങ്ങൾ അത്രത്തോളം കഷ്ടപ്പെട്ട് റിസ്ക് എടുത്ത് വിട്ട വീഡിയോ പോലും ചിലപ്പോൾ ആദ്യം 5 വ്യൂസ് ആയിരിക്കും നിങ്ങൾക്ക് കയറണം. നിങ്ങളത് വിഷമം വിചാരിക്കല്ലേ? നിങ്ങളെ ചാനൽ ഒരു 10-15 വീഡിയോ ഒക്കെ ആകുമ്പോൾ നിങ്ങളെ ചാനൽ പതുക്കെ അത് ആൾക്കാരെ ഒരേ ട്രാക്ക് സെയിം ട്രാക്ക് ആകുമ്പോൾ ഫുഡിൻ്റെ ഇതാണെങ്കിൽ ഫുഡ് മാത്രം ഒരു 10-15 വീഡിയോ നിങ്ങൾ ഫുഡ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ 5 മണി ഒരു മണിക്കൂർ ചെയ്ത വീഡിയോ ആയിരിക്കും, ചിലപ്പോൾ ഒരു അരമണിക്കൂർ ചെയ്ത വീഡിയോക്ക് 40 മിനിറ്റ് ചെയ്ത വീഡിയോ ആണ്. പക്ഷേ ഇതൊന്നും ആദ്യം വ്യൂസ് കയറൂല, മനസ്സിലായില്ലേ? നമ്മളെ പ്രസൻറ്റേഷൻ, അതായത് നമ്മൾ ആൾക്കാരെ എങ്ങനെ പിടിച്ചിരുത്തുന്നു അതിലാണ് നിങ്ങളെ കഴിവ്, നിങ്ങളെ സംസാരം, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ഇതിലൊക്കെയാണ് ആൾക്കാരെ നിങ്ങളെ പിടിച്ചിരുത്തണം, മനസ്സിലായില്ലേ? അല്ല അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ടെന്ന് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കയറത്തില്ല. നമ്മളൊരു പ്രസൻറ്റേഷൻ നമ്മൾ സംസാരിക്കുന്നത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം, മനസ്സിലായില്ലേ? നമുക്കൊരു ഫാൻസ് പവർ ഉണ്ടാക്കിയെടുക്കണം. അതിന് നമ്മളെ കഴിവ് വേണം. അതാണ് പറഞ്ഞാൽ നമുക്ക് ഇതിലൊരു കഴിവ് വേണം, മനസ്സിലായില്ലേ? നമ്മളെ കഴിവും കൂടെ ഇതിൽ കാണിക്കണം. അല്ലാതെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വാരി പരച്ചിട്ട് കാണാമെന്ന് പറഞ്ഞാൽ കാര്യമില്ല. നമുക്കുള്ള കഴിവും കൂടെ കാണിച്ചാൽ മാത്രമേ നമ്മളെ ചാനൽ റീച്ച് ആവത്തുള്ളൂ, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ക്യാമറയുടെ ബാക്ക് ചെയ്തിട്ട് ക്യാമറ മാത്രം കാണിച്ചിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ എന്നെ പോലെ ഇതെല്ലാം മുഖം കാണിച്ച് വളവുകളാണെന്ന് ചലച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു സെറ്റപ്പിലുള്ള സംസാരിക്കാനുള്ള കഴിവ് അങ്ങനെയുള്ള സംഭവങ്ങൾ വേണം, മനസ്സിലായില്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു കഴിവ് നമുക്ക് ദൈവം തന്നിട്ടുണ്ടായിരിക്കും, മനസ്സിലായില്ലേ? ആ ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് ഉറപ്പായിട്ടും. സംസാരിക്കേണ്ട കഴിവ് കാണും, ചിലപ്പോൾ ആൾക്കാരെ പ്രസൻറ്റ് ചെയ്യേണ്ട കഴിവ് കാണും. അങ്ങനെ ഒരുപാട് കഴിവുകൾ നമുക്കുണ്ട്. അത് നമ്മൾ പുറത്ത് കൊണ്ടുവരാത്ത കുറേ ആൾക്കാർ ഈ ക്യാമറ ബാക്ക് ചെയ്യുന്ന കളിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല, നമ്മളെ മുഖം കൂടെ കാണിക്കാൻ പറ്റി അത്രയും നല്ലത്. കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാണിച്ച് അത്രയും നല്ലത്. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറക്കില്ല. നിങ്ങളുടെ ട്രാക്കുകൾ ഒരിക്കലും മാറ്റാതെ ഒരു 15-20 വീഡിയോ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അടുത്ത വീഡിയോ 21ാമത്തെ വീഡിയോ ഇട്ട് നിങ്ങൾക്ക് കയറി തുടങ്ങും. സാവധാനം 100 വ്യൂസ് 200 വ്യൂസ്. അപ്പോൾ ഇങ്ങനെ വരണ സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്ത വീഡിയോസും ഓട്ടോമാറ്റിക് കയറും, മനസ്സിലായി? ഈ കണ്ടവർക്ക് ആ പഴയ വീഡിയോസ് വീണ്ടും അവരിലോട്ട് എത്തിക്കും. അങ്ങനെ നമ്മൾ 5 വ്യൂസ് കിട്ടിയ വീഡിയോ ചിലപ്പോൾ അത് 500 വ്യൂസ് ആവും, ഒരു 600 വ്യൂസ് ആവും, ചിലപ്പോൾ അതൊരു 700 1K വ്യൂസ് ആവും. അപ്പോൾ നമുക്ക് ആദ്യം ഇടുന്ന വ്യൂസ് 5 വ്യൂസോ 2 വ്യൂസ് ആണെങ്കിൽ നിങ്ങൾ വിഷമം വിചാരിക്കേണ്ട. നിങ്ങളെ വീഡിയോ റീച്ച് ആയി കഴിയുമ്പോൾ ഈ വീഡിയോസ് ഓട്ടോമാറ്റിക്കലി കയറി തുടങ്ങും, മനസ്സിലായി? പിന്നെ ഞാൻ പറഞ്ഞ പോലെ പുറത്തുള്ള വീഡിയോ ഒന്ന് എടുത്ത് അടിച്ച് മാറ്റിയിട്ട് ചുമ്മാ വീഡിയോ ചെയ്യല്. അതിലെന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കണം. നിങ്ങളിടുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയേണ്ട ഒരു ടോപ്പിക്കാണ്, വിഷയം അതിനകത്ത് ഉണ്ടായിരിക്കണം, കണ്ടൻറ് ഉണ്ടായിരിക്കണം. അതനുസരിച്ച് നിങ്ങൾ അതിനെക്കുറിച്ച് ആ വീഡിയോയെക്കുറിച്ച് മുകളിൽ കാണിച്ചിട്ട് താഴെ നിന്ന് ആ വീഡിയോ പറഞ്ഞാലും നിങ്ങൾ റീച്ച് ആവും, ആ ചാനൽ റീച്ച് ആവും, മോണിറ്റൈസിങ് ആക്റ്റീവ് ആവും. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്തു പോകും. മറ്റവന്മാർ പറയണ പോലെ ആ സെറ്റിങ്സ് മാറ്റും, ഈ സെറ്റിങ്സ് മാറ്റും, മറ്റേത് മാറ്റും, മറിച്ചത് മാറ്റും എന്ന് പറഞ്ഞ് ഒരു കാര്യമില്ല. നിങ്ങളുടെ കണ്ടൻറ്റ് അടിപൊളി കണ്ടൻറ്റ് ആയിരിക്കും, നിങ്ങൾക്ക് ഉറപ്പായിട്ട് റീച്ച് ആവും, നിങ്ങൾക്ക് മോണിറ്റൈസിങ് ഓൺ ആവും. പിന്നെ രണ്ടാമത്തെ കാര്യം, സബ്സ്ക്രൈബ് ചെയ്യുമോ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർക്ക് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളെ ഷോർട്സ് റീച്ച് ആയി കഴിഞ്ഞാൽ നിങ്ങളെ ചാനൽ ഓട്ടോമാറ്റിക് സബ്സ്ക്രൈബ് കയറും. ആൾക്കാർ തന്നെ ചെയ്യും. ചുമ്മാ ആൾക്കാരുടെ അടുത്ത് ഫ്രണ്ട്സിൻ്റെ അടുത്തും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കരുത്. പറയേണ്ട കാര്യം, എനിക്ക് 20,000 സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ ആരടുത്തും പറഞ്ഞുകൊണ്ട് ഞാൻ ലൈവിൽ പറയും, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈവിൽ പറയും. അല്ല ഞാൻ എൻ്റെ ഈ പുറത്തുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് പബ്ലിക്കിൻ്റെ അടുത്ത് അങ്ങനെ ഞാൻ പോയി പറയില്ല. ഇതിൽ ചിലപ്പോൾ യൂട്യൂബ് ചാനൽ പറയും, ഞാൻ പറയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സബ്സ്ക്രൈബ് കയറിക്കോളും. നമുക്കൊരു 50 വ്യൂസ് ഉണ്ട്, ഒരു 20 സബ്സ്ക്രൈബ് അല്ലെങ്കിൽ 15 സബ്സ്ക്രൈബ് നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. അതുകൊണ്ട് ഞാൻ പറയും, ഈ പുറത്തുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമ്മൾ ബന്ധുക്കളുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് നടക്കില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, മനസ്സിലായില്ലേ? നമുക്ക് ലൈവിലോ ഈ ഷോർട്സിലൊക്കെ തനിയെ സബ്സ്ക്രൈബ് കയറിക്കോളും, മനസ്സിലായല്ലോ? അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആരടുത്തും പോയി സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ് ഇരക്കരുത്. തനിയെ സബ്സ്ക്രൈബ് കയറും. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.